ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇരിട്ടി ഫാമിലി. ഹർഷ ജിതീഷാണ്. ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റൽ വരെ പോവുകയാണ്. കാരണം എനിക്ക് സെക്ഷൻ ട്രെയിനൊക്കെ ഇട്ടെടുത്ത് ചെറിയൊരു വേദന വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേങ്കിലൊരു ഒരു ഇട്ടൊരു ഭാഗത്തും പിന്നെ സ്റ്റിച്ചിൻ്റെ ഭാഗത്തും ഒക്കെ ഒരു റെഡ് കളറ് ചെറുതായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി, ചെറിയൊരു ഇറിറ്റേഷൻ പോലെ തോന്നി. അപ്പം അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ജസ്റ്റ് കൊണ്ട് കാണിച്ച് ഒന്നുകൂടി ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് തിരിച്ചു വരാമെന്ന് വിചാരിച്ച് പോവുകയാണ്. രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ഓരോ ദിവസത്തെ കൂടെ ഓരോ അവസ്ഥ പോലെ തന്നെയാണ്. പക്ഷെ നല്ല പൊതുവിൽ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി, കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പം നമ്മൾ 27-ാം തീയതിയാണ് ഇനി MVR ഹോസ്പിറ്റലിലേക്ക് അവർ ചെല്ലാൻ വേണ്ടി പറഞ്ഞേക്കുന്നത്. അപ്പോൾ 27 വരെയുള്ള ടൈമിൽ കുറച്ചൊരു കാലതാമസം ഉണ്ടല്ലോ. അപ്പം ഇതിനിടയ്ക്ക് ജസ്റ്റ് നമ്മളൊന്നും കൂടി ഒന്ന് കാണിക്കുന്നതൊക്കെ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അടുത്തൊരു ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോകാൻ വേണ്ടി ഞങ്ങളിങ്ങനെ ഇറങ്ങിയേക്കുവാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പം സാധാരണഗതിയിൽ ചാടി ഇറങ്ങി പിന്നെ ഞാൻ ചേട്ടായും കൂടെ പോകുന്ന പോലെ പോകാൻ പറ്റത്തില്ല. കൂടെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ തന്നെ ഉണ്ട്. കാരണം ഈ ബാഗില്ലാണ്ടുള്ള പരിപാടിയില്ല. കാരണം ഇതിനകത്താണ് നമ്മുടെ സെക്ഷൻ ട്രെയിനൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ബാഗ് കൂട്ടിയിട്ട് വേണം പോകാൻ. എവിടെ പോയാലും ഇതിനെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടായി പോകും. അങ്ങനെ പല ടൈമിൽ എനിക്ക് സംഭവിച്ചു. നമ്മളിപ്പം എഴുന്നേറ്റൊക്കെ ഇരുന്ന് കുറച്ച് സമയം പിന്നെ ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് ചാടി എണീറ്റങ്ങ് പോകാൻ വേണ്ടി നോക്കും, ഇതൊക്കെ മറന്നു പോകും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരനൊക്കെ കൂട്ടിക്കൊണ്ട് എല്ലായിടത്തും പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ ജസ്റ്റ് പിന്നെ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കൊണ്ട് കാണിച്ചൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന ശേഷം ഒന്നതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഹോസ്പിറ്റലിൽ പോയ ശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു കേട്ടോ. കാരണം കീമോ പേഷ്യൻ്റാണ്, ക്യാൻസർ പേഷ്യൻ്റ് ആണെന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ അധികം വെയിറ്റ് ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. ചെന്ന പാടെ തന്നെ ഡോക്ടറെ കാണാൻ പറ്റി, കുഴപ്പമൊന്നുമില്ല. അവർ പിന്നെ ഒന്നും കൂടെ ബെറ്റാഡിനൊക്കെ ഉപയോഗിച്ച് ഒന്നും കൂടെ ക്ലീനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്ഷൻ ട്രെയിൻ ഇട്ടെടുത്ത് അവരൊരു പിന്നെ പ്ലാസ്റ്ററൊക്കെ വെച്ച് എല്ലാം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ റിമൂവ് ആക്കി. ഇനിയിപ്പം അവിടെ സ്യൂച്ചർ ചെയ്ത് നമുക്ക് പുറത്ത് കാണാൻ പറ്റും, എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇച്ചിരി എയറൊക്കെ കയറിക്കോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അധികം പിന്നെ ചൂടൊന്നും അടിക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. ബെറ്റാഡിനൊക്കെ ഉപയോഗിച്ച് നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൻറ്റിബയോട്ടിക് അങ്ങനത്തെ ഒന്നും തന്നിട്ടൊന്നുമില്ല കേട്ടോ. ആൻറ്റിബയോട്ടിക് ഒന്നും തന്നില്ല. പിന്നെ പെയിൻ ഉണ്ടെങ്കിൽ പെയിൻ കില്ലർ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അധികം പെയിൻ കില്ലർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടായിരിക്കാം എനിക്ക് കുറച്ച് വേദന അനുഭവപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അധികം പെയിൻ കില്ലർ ഞാൻ അങ്ങനെ കഴിക്കുന്നില്ലായിരുന്നു. പിന്നെ പുറത്തുനിന്ന് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല. ഞങ്ങൾ പിന്നെ ഒരു ജ്യൂസൊക്കെ വരുന്ന വഴിക്ക് അതെല്ലാം കുടിച്ചു. എന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. കാരണം വെള്ളം അധികം എത്ര കുടിച്ചാലും നല്ലതാണല്ലോ. പിന്നെ വെറുതെ ഒരു വെള്ളം കുടിക്കുന്നതിനോട് എനിക്കത്ര ഒരു പിന്നെ ഇഷ്ടവും വരുന്നില്ല. ശരിക്കും നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഞാൻ അങ്ങനെ വെള്ളം കുടിക്കുന്നുണ്ടെന്നല്ലാതെ എന്തെങ്കിലും ഒരു ജ്യൂസ് കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ ഞങ്ങൾ ഫാഷൻ ഫ്രൂട്ട് വരുന്ന വഴിക്ക് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫാഷൻ ഫ്രൂട്ടൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അനാറ് നന്നായിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വീട്ടിലെത്തി. നമ്മൾ വിശന്നിട്ടാണ് വന്ന് കയറിയേക്കണത്. അപ്പോഴത്തേക്കും ചേട്ടായി ഫുഡും കൊണ്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ചോറാണ്. പിന്നെ രാവിലെ ചക്കയൊക്കെ വേവിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ചോറാണ്. എൻ്റെ ഇഷ്ടപ്പെട്ട ചമ്മന്തിപ്പൊടി, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഫുഡാണ് നല്ല ബോട്ടി ഫ്രൈ, പിന്നെ ചെമ്മീനും ചക്കക്കുരുവും മാങ്ങായും കൂടെ വെച്ച് ഇതുണ്ട്, ചാറുകറി ഉണ്ട്, പിന്നെ നമ്മുടെ മാങ്ങാ ചമ്മന്തി ഉണ്ട്. അതുകൊണ്ട് പിന്നെ ചേട്ടായി വെള്ളമൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡൊക്കെ ഞാൻ ഇതൊക്കെ കഴിക്കാൻ വേണ്ടി തുടങ്ങുവാണ്. പിന്നെ ചേട്ടായി കഴിക്കുന്നില്ല? ചേട്ടായി കഴിച്ചോളാം നല്ലായിരുന്നു, വിശക്കുന്നില്ല. പിന്നെ അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങും കേട്ടോ. ഇനി അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ. എന്നാലും ഇച്ചിരി മാറ്റമുണ്ട്, ക്ഷീണമൊക്കെ കുറവുണ്ട്. പിന്നെ എല്ലാവരും വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയുണ്ട് ക്ഷീണം എന്ന്. ക്ഷീണത്തിനൊക്കെ ഒത്തിരി മാറ്റങ്ങളുണ്ട് കേട്ടോ.